എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം. ഞാനൊരു മീൻപിടുത്തത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാനൊരു കൂട് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മീൻകൂട് ഇപ്പം ഞാനിപ്പം ഒരു കമ്പി എടുത്ത്, അതായത് നമ്മുടെ ഈ വാരി കൊണ്ട്, അതായത് തെങ്ങറപ്പിച്ച വാരി കൊണ്ട് കമ്പി ഉണ്ടാക്കി. പണ്ടത്തെ ജനൽ കമ്പിയാണ്. ആ ജനൽ കമ്പി കൊണ്ട് എങ്ങനെ ഒരു കൂടുണ്ടാക്കാം എന്ന് ഞാനിപ്പം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കമ്പി എടുക്കുക. ആ കമ്പി എടുത്തിട്ട് നമ്മൾ ഈ പൈപ്പ് പോലിരിക്കുന്ന അത് തുളയ്ക്കുക, രണ്ടറ്റം തുളച്ചിട്ട് കമ്പി കയറ്റുക, വേലിക്കമ്പി കയറ്റി റെഡിയാക്കി ഇട്ടിട്ട് ഒന്നും പറഞ്ഞില്ല. നമ്മുടെ കൂടിൻ്റെ ഏകദേശം കമ്പികളെല്ലാം ഇട്ട് ഞാൻ റെഡിയാക്കിയിരിക്കുകയാണ്. ഇനി അത് പ്ലയർ വെച്ച് വളച്ച് ലെവൽ ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഇപ്പോൾ ഒരു വളയം റെഡിയായി. ഇനി അടുത്ത നൂല് വെച്ച് ഇനി കെട്ടണം. നൂല് വെച്ച് കെട്ടി അതിന് ശേഷം അടിയും ഇപ്പം മേൽഭാഗമാണ് ഇപ്പം കമ്പി കയറ്റി ഇപ്പം നൂല് വെച്ച് അത് വളയം കറക്റ്റായിട്ട് വളച്ച് കെട്ടണം. ഒരേ അളവിനാണ് കമ്പി വെച്ച് കൊടുക്കുന്നത്. നൂല് കൊണ്ട് ഇനി കുടുക്ക് വലിച്ച് അത് ലെവലാക്കി ചുറ്റി അത് കെട്ടിയാലേ ഉള്ളൂ അത് റൗണ്ടാവുള്ളൂ. റൗണ്ടാകുമ്പോൾ ഇനി ആ കെട്ടിയ ഭാഗത്ത് നമ്മൾ പ്ലസ് കുക്ക് വെച്ച് ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് നമ്മൾ ബെൽഡ് ചെയ്തതിനെ കഴിഞ്ഞ് നല്ല ക്ലിയറായിട്ട് ഇരിക്കും. നൈലോൺ നൂലാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇതിപ്പം സാധാ നൂലാണ്, അതായത് സാധാരണ നമ്മൾ തുണി തയ്ക്കുന്ന നൂലാണ്. ആ നൂലിട്ടാണ് ചുറ്റി കിട്ടുന്നത്. ഇതാർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. അത് നിസ്സാര കേസ് കിട്ടേ ഉള്ളൂ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. അല്ലെങ്കിൽ ആ കമ്പി തുളച്ചതിൻ്റെ അവിടെ വിള്ളലായി പോവും, അത് പൊട്ടിപ്പോവും. ഇപ്പം കമ്പി കെട്ടാനായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്കിപ്പ് ചെയ്യാതെ, അതായത് നിങ്ങൾ മറ്റൊരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇത് വീഡിയോ ഫുള്ളായിട്ട് ഇത് കാണണം. കണ്ടാലേ ഉള്ളൂ നമുക്കിത് മനസ്സിലാവുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, പുതിയൊരു വീഡിയോ ആയിട്ട്. ഒരറ്റപ്പം കെട്ടി, ഇപ്പോൾ അടുത്ത അറ്റം കൂടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടെ കെട്ടിക്കഴിയുമ്പോൾ മേളിലെ ഇത് കഴിയും. പറഞ്ഞു തരുന്നതിൽ കൂടുതൽ കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ആ വളയം കറക്റ്റായി. ഇനി പ്ലസ് കുക്ക് ഒഴിക്കണം. അത് അതിൻ്റെ അടപ്പ് എടുത്തിട്ട് അത് ഓരോ തുള്ളിയായിട്ട് അതേലും മുട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ ബെൽഡ് ചെയ്യുന്നതിന് തുല്യമായി വരും. ഇത് കമ്പി വെച്ചും കെട്ടാം. കമ്പി വെച്ച് കെട്ടിക്കഴിയുമ്പം ആ കമ്പിയുടെ മുനഭാഗങ്ങളെല്ലാം ഒരുമിച്ച് പൊങ്ങി നിൽക്കും. അതുകൊണ്ട് അന്നേരം അതൊരു അസ്വസ്ഥതയാവും, നമ്മുടെ മേത്തൊക്കെ കുത്തി കയറും. ഇതാകുമ്പം കുഴപ്പമില്ല.
ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ചുറ്റി 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 അതിൻ്റെ മേള് ഭാഗം വരെ ചുറ്റണം. അതായത് ഈ കമ്പിയുടെ അറ്റം രണ്ടറ്റമുണ്ട്. രണ്ടറ്റം തൊട്ട് ഒരറ്റം തൊട്ട് തുടങ്ങി അടുത്ത അറ്റം വരെ കമ്പി കെട്ടി തുടങ്ങണം. വലിച്ച്, അതായത് നമ്മൾ ആദ്യം കെട്ടിയ കെട്ട് അയാത്ത രീതിയിൽ, അഴിഞ്ഞു പോകാത്ത രീതിയിൽ അത് കെട്ടണം. എന്നിട്ട് പ്ലസ് കുക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ നൂല് കട്ട് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഈ പ്ലസ് കുക്ക് ഒഴിച്ചു കൊടുക്കുന്നൂടെ. ഇപ്പം ഏകദേശം കമ്പി നമ്മൾ ലെവൽ ചെയ്തിടാറായി. അപ്പം ഇനി അടിക്കമ്പിയാണ്, അടിയിൽ ഉള്ള കമ്പിയാണ്, അതായത് വളയം. ഈ ഓരോ കമ്പിയും ഓരോ അളവിനാണ് ഇടുന്നത്. ഇനി ഓരോ കമ്പി കയറ്റിയാണ്, അതായത് നമ്മൾ ആ ഹോളിനാകാൻ വഴി ഓരോ കമ്പി കയറ്റി ഇട്ട് കൊടുക്കുക. ഇത് ചെമ്മീൻ കൂടാണ്. മെയിനായിട്ട് വരുന്നത് ചെമ്മീൻ. അതായത് ചെമ്മീൻ എന്ന് പറയുമ്പോൾ നമ്മളെ തെള്ളി, കൊഞ്ച് ഇങ്ങനെയുള്ള മീനുകളെ പിടിക്കാൻ വേണ്ടിയാണ് ഇതുണ്ടാക്കുന്നത്. അതെല്ലാം ഒരുമിച്ച് കയറ്റി അതിൽ വലിച്ച് ഇപ്പം ഏകദേശം കൂട് അതിൻ്റെ കമ്പി കെട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈഡ് വളയം വലിക്കുക. അതായത് നമ്മളെ വേലിക്കൊക്കെ വലിച്ചു കെട്ടുന്ന നെറ്റാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് കമ്പിയെല്ലാം പ്ലക്സ് കുക്ക് അടിച്ച് ലെവൽ ചെയ്തിരിക്കുക. ഇപ്പം നമ്മൾ എടുത്തെറിഞ്ഞാൽ പോലും പോകത്തില്ല, അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല, അതല്ല ചളുങ്ങത്തുമില്ല. ഇപ്പോൾ ഞാനിപ്പം ഈ നെറ്റ് എടുത്തിട്ടൊക്കെയാണ്, വേലിക്കൊക്കെ ഉപയോഗിക്കുന്ന നെറ്റാണ്. അതിൻ്റെ ഒരറ്റം പിടിച്ച് നമ്മൾ അടുത്ത കമ്പിയിലോട്ട് കെട്ടും. ആ കമ്പിയിലോട്ട് കെട്ടും. ആ കെട്ടിക്കഴിയുമ്പോൾ അടുത്ത ഭാഗം കൂടെ എടുത്ത് അതുപോലെ തന്നെ കെട്ടും. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ സൂചി നൂലുമാണ് ഉപയോഗിക്കുന്നത്. സൂചി നൂല് എന്ന് പറയുന്നത് നമ്മളെ പ്ലാസ്റ്റിക് നൂല്, വണ്ടി നൂല് പോലിരിക്കുന്ന പ്ലാസ്റ്റിക് നൂല്, അതായത് സാധാ ചരട്. അത് എടുത്ത് നമ്മൾ അളവ് നോക്കിയിട്ടാണ് വലിച്ച് കെട്ടുന്നത്. ഇപ്പം അളവ് നോക്കി ഞാനിപ്പം വലിച്ച് എല്ലാം തുന്നി കെട്ടിയിരിക്കുകയാണ്. നമ്മൾ തുണി തയ്ക്കുന്ന പോലെ തന്നെ കെട്ടി. ഇപ്പം ഏകദേശം ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ ആ തുന്നിക്കെട്ടി എല്ലാം കഴിഞ്ഞു. ഇനി മറു സൈഡ് കെട്ടണം. അതായത് അക സൈഡ്, റൗണ്ട് സൈഡ്. ആ റൗണ്ട് സൈഡും കെട്ടിക്കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ഒരു സൈഡ് കെട്ടിക്കഴിഞ്ഞ് ഇനി അടുത്ത റൗണ്ടും കൂടെ കെട്ടാൻ കിടക്കുകയാണ്. അതുകൂടെ കെട്ടി അത് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ വലയ്ക്ക് ഇട്ടിട്ട് അതിൻ്റെ ഹോളിൻ്റെ അവിടെ തയ്ച്ച് പിടിപ്പിക്കണം ഈ രണ്ടാമത് കെട്ടാൻ വരുന്നത്. ഇപ്പം നമ്മുടെ കൂട് ശരിയായിരിക്കുകയാണ്. ഏകദേശം കൂട് ശരിയായിരിക്കുകയാണ്. സന്ധ്യയായി കേട്ടോ, ഇരുട്ടി